ക്യൂസെക്ക് അധിക ജലം കരമാൻ തോട്ടിലേക്ക് ഒഴുക്കിയിരിക്കുകയാണ്. സെക്കൻഡിൽ 8 ക്യൂമെക്സ് മുതൽ 50 ക്യൂമെക്സ്. എം കമൽ ചേരുന്നുണ്ട്. കമൽ, വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തിപ്പെടുമ്പോൾ നീരൊഴുക്ക് കൂടും. അങ്ങനെയെങ്കിൽ ഡാമുകളിൽ കൂടുതലായി ജലനിരപ്പ് ഉയരുകയും തുറന്നുവിടേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും സംജാതമാകുന്നു. പല ഡാമുകളും ഷട്ടറുകൾ ചെറിയ തോതിലൊക്കെ ഉയർത്തിയിട്ടുണ്ട്. എന്താണ് കമൽ ജില്ലയിലെ സ്ഥിതി, ഡാമുകളുടെ സ്ഥിതി? പ്രജീഷ്, ജില്ലയിൽ ഇന്ന് ഉച്ച മുതൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. എവിടെയും പക്ഷേ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം നിലവിലില്ല. ഒറ്റപ്പെട്ട കനത്ത മഴയാണ് ജില്ലയിൽ പല ഭാഗത്തും പെയ്യുന്നത്. തീവ്രമഴയോ അതിതീവ്ര മഴയോ ഇതുവരെ ഒരു ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടറാണ് 10 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 50 ക്യൂബിക് മീറ്റർ വരെ ജലം പുറത്തേക്ക് ഒഴുക്കാൻ KSEBക്ക് അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്ത മഴയാണ് ശക്തമായ നീരൊഴുക്കിന് കാരണം. രാവിലെ 8 മണിക്ക് ഡാം തുറക്കാൻ തീരുമാനിച്ചെങ്കിലും മഴ കുറഞ്ഞതിനെ തുടർന്ന് തൽക്കാലം തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഒരു ഷട്ടർ മാത്രം 10 സെന്റിമീറ്റർ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ താഴോട്ടുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമില്ല. കാരണം പുഴകളിൽ ജലനിരപ്പ്, പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലം ഒഴുകിയെത്തിയാലും ആളുകൾക്ക് ഭീഷണിയാവുന്ന തരത്തിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. ഇവിടെ നിന്ന് വെള്ളമുണ്ട പഞ്ചായത്തിലെ പന്തിപ്പോയിൽ, പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി, പനമരം പഞ്ചായത്തിലെ ചേരിയൻകൊല്ലി വഴിയാണ് ഈ ജലം കബനി നദിയിലേക്ക് ഒഴുകി പോകുന്നത്. കബനി നദിയിൽ നിന്ന് കർണാടകയിലെ ബീച്ചനഹള്ളിയിലുള്ള കബനി അണക്കെട്ടിലേക്കാണ് ഇവിടെ നിന്നുള്ള വെള്ളം എത്തുക. അവിടെയും ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. താഴെ എവിടെയെങ്കിലും വെള്ളം കൂടാനുള്ള സാഹചര്യം ഉണ്ടോ? കൂടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പുഴയിലെ വെള്ളം കൂടുതലുണ്ടോ? ഇല്ലില്ല, 10 സെന്റിമീറ്റർ മഴ ഇപ്പം കുറഞ്ഞതായതുകൊണ്ട് 10 സെന്റിമീറ്റർ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൂടാനുള്ള ബുദ്ധിമുട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും മുൻകരുതലൊക്കെ നൽകിയിട്ടുണ്ടല്ലോ, അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, രാവിലെ മുതൽ ഉണ്ടായിരുന്നു. 8 മണിക്ക് തുറക്കുന്നതായിട്ട് പറഞ്ഞതായിരുന്നു. ഇപ്പൊ 1 മണിക്കങ്ങാണ്ടാ തുറന്നത്. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. KSEB മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. 2018 പ്രളയത്തിന് ശേഷം കാര്യമായ മുന്നൊരുക്കങ്ങൾ ഈ ഡാം തുറക്കുന്ന കാര്യത്തിലുണ്ട്. കാരണം ആളുകളെ ഒരു തരത്തിലും ഇത് ബാധിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ KSEBക്ക് ഇപ്പോൾ ഷട്ടറുകൾ തുറക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഇന്നലെയാണ് KSEB ഇത്തരത്തിൽ അനുമതിക്കായി അപേക്ഷിച്ചത്. ഇന്നലെ വൈകിട്ടോടെ ദുരന്ത നിവാരണ അതോറിറ്റി ഷട്ടറുകൾ തുറക്കാൻ അനുമതി നൽകുകയായിരുന്നു. പ്രജീഷ്.